തിരുമലയുടെ പിതാവും വേദാന്തമായ പിതാവെ യുടെ നിലയിലായ സ്വാമിയുണ്ടായ വികാരമായ ബഹുമാനപ്പെട്ട വൈദികരെ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ ഇന്ന് രംഗവാസികളായത്തോളം ഏറെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിനമാണ്. ഈ ജൂബിലി വർഷത്തില് പ്രത്യേകമായിട്ട് പിതാവായ ദൈവം പരിശുദ്ധ പിതാവ് പാപ്പയാൽ കാരുണ്യത്തിന്റെ വർഷം ആരംഭിച്ചപ്പോൾ പ്രത്യേകമായി സഭയ്ക്ക് ദൈവം കരുതി നൽകിയ അനുഗ്രഹമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് സീറോ മലബാർ സഭയുടെ പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് പിതാവ്, നമ്മുടെ പിതാവ് ജോസഫ് അഭിഷേകത്തിലൂടെ പൗരോഹിത്യത്തിന്റെ പൂർണ്ണത നൽകുകയും ഈ രൂപത ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള മക്കളെ കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും മക്കളോടൊക്കെ ശുദ്ധിയാക്കുന്നതിനും അദ്ദേഹത്തെ കർത്തനാപിതാവോടുകൂടി ഇന്ന് ഇവിടെ ആയിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ലണ്ടൻ നിവാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിപിതാവിനെ ഈ ഗോപുരത്ത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലെ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ അഭിപിതാമാർ ഈ സമൂഹത്തിന് വേണ്ടി എല്ലാവരുടെയും ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുകയാണ്. ദൈവത്തിന്റെ അനന്തമായ താല്പര്യം നമ്മുടെ പുതിയ രൂപതയായി ഉയർത്തുകയും രൂപതയ്ക്കെതിരായി അഭിമന്യ ജോസഫ് പിതാവിനെ പിതാവായ ദൈവം കരുതരുളി നമുക്ക് ഇടയായി തരികയും ചെയ്തു. അഭിപിതാവും നമ്മോടുകൂടിയുണ്ട്. എല്ലാവരുടെ പേരിൽ അഭിപിതാവിന് ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുകയാണ്. രൂപത ഫലമായിട്ടാണ് നമുക്ക് രൂപതയ്ക്ക് 3 വികാരിമാരെ പ്രത്യേകമായിട്ട് അഭിപിതാവ് നിയമിച്ചുകൊണ്ട് രൂപതയുടെ വളർച്ച പെട്ടെന്നാകട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി നിയമിക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് മാറിയച്ചൻ ആയിട്ട്, അതുപോലെ തന്നെ മാർഗിനെയും സജീവനെയും സെഞ്ചുറിസായിട്ട് നിയമിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ വികാരിമാരായ എല്ലാ അച്ഛന്മാരെയും ഈ സമൂഹത്തിലേക്ക് ആത്മാർത്ഥമായ സ്വാഗതം ചെയ്യുന്നു. ഇതിനെ സന്തോഷിച്ച് പങ്കെടുക്കാനായി നമ്മുടെ ഈ 3 രൂപതകളിൽ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരെ എത്തിയിട്ടുണ്ട്. എല്ലാ വൈദികരെയും എല്ലാവരുടെ പേരിൽ ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ കഴിയുന്ന എല്ലാ സഹോദരങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ഈ ഗോവറിന്റെ എല്ലാ യോഗങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് ഈ 3 രൂപതകൾ വെച്ച് ഗോവറിന്റെ അഭിനന്ദനന്മാരെ സ്വീകരിക്കുവാൻ, അവരുടെ ലഭിച്ച ഈ അവസരം എല്ലാ നിവാസികളെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. Now I just welcome our Reverend Father Edward Pereira to give an order.
all the members of the community gathered here today to receive great confidence, support, and encouragement from you for visiting us. Even though for a very, very short time, I know you are today and you have another very quick requirement this afternoon. So I hope your short stay will give you comfort and all the members here present comfort. And thank you for being here this morning. And I also welcome all the members of the Salamala community in London dioceses, and especially in the diocese of Southwark for this morning's celebrations. Thank you and God bless. Thank you very much for the warm welcome that you extended to us, to me, to the family, and also to the whole congregation. I thank you in return for having welcomed us and we will give the facilities of this marriage for our celebration. Thank you. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹാ വഴി സഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഉദാശകൾ വഴി സഭയിൽ രക്ഷപ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭാപ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടെ ഈ ബലി അർപ്പിക്കുവാനും മലാഹമാരുടെ തന്നെ സ്തുതിക്കുവാനും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
കർത്താവേ മമ രാജാവേ, വാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ദൈവസ്തുതികൾ പാടിയിടും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മാതൃപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും വിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ഞങ്ങളെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോലെ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സഹോദരനെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവാൻ. പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ഭക്തനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ഭക്തനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും ും
ഇതുവരെ പ്രതിപാദിച്ചതിന്റെ മുഖ്യപ്രമേയം ഇതാണ്. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവൻ വിശുദ്ധ വസ്തുക്കളുടെ മനുഷ്യനല്ല, കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനാണ്. എന്തെന്നാൽ ഓരോ പ്രധാന പുരോഹിതനും കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ സമർപ്പിക്കുന്നവർ അവിടെയുള്ളതുകൊണ്ട് പുരോഹിതനെ ആകുമായിരുന്നു. സ്വർഗീയ സ്ഥലത്തിന്റെ സാദൃശ്യത്തെയും ആദ്യ മാതൃകയെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം അവന് ഇപ്രകാരം മുന്നറിയിപ്പ് നൽകി: പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം നിർമ്മിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുക. ഇപ്പോഴാകട്ടെ മിശിഹ കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങൾ അധിഷ്ഠിതനായിരിക്കുന്നു. അതുപോലെ മുമ്പിലത്തേതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയും അവൻ നേടിയിരിക്കുന്നു. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ദൈവവചനം ശ്രവിക്കാൻ ജനക്കൂട്ടം ഈശോയ്ക്ക് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി മല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. അവൻ അതിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കാൻ ആവശ്യപ്പെട്ടു. വഞ്ചിയിലിരുന്ന് അവൻ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, മീൻ പിടിക്കാൻ ആഴത്തിലേക്ക് നീക്കി നിങ്ങളുടെ വല ഇറക്കുക. ശിമയോൻ മറുപടി പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞാൻ വല ഇറക്കാം. അങ്ങനെ ചെയ്തപ്പോൾ വളരെ വലിയൊരു മത്സ്യക്കൂട്ടത്തെ അവർ പിടിച്ചു. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന പങ്കുകാരെ സഹായത്തിന് വരാൻ ആദ്യം കാണിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു.
ഇത് കണ്ടപ്പോൾ ശിമയോൻ പത്രോസ് ഈശോയുടെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണെന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾ നടത്തിയ മീൻപിടുത്തത്തെപ്പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ കൂട്ടാളികളായ സബദീ പുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. ശിമയോനോട് ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരക്കടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഈശോമിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അഭിമന്യ പിതാവിനോടും നമ്മുടെ ശുശ്രൂഷകരായ ബഹുമാനപ്പെട്ട വൈദികരോടും നിങ്ങളെല്ലാവരോടും കുഞ്ഞു കുട്ടികളോടും ചേർന്ന് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ തീർച്ചയായിട്ടും ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. കാരണം ഇത് നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഞാൻ നിങ്ങളോടൊപ്പം അർപ്പിക്കുന്ന ഒരു കുർബാനയാണ്. അമലോത്ഭ മാതാവിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയം നമുക്കായി ബഹുമാനപ്പെട്ട വികാരി എഡ്വേർഡ് പെരേരാച്ചൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് തന്നു. അത് നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞു. നാം ഇപ്പോൾ ഇങ്ങനെ സമ്മേളിക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയായി മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും നാം ദൈവത്തിന് നന്ദി പറയാം. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് ആവശ്യപ്പെട്ടത് ആഴത്തിലേക്ക് ഇറക്കി വല ഇറക്കുക എന്നാണ്. അപ്പോൾ ആഴത്തിലേക്ക് ഇനി വല ഇറക്കണം. ഇതുവരെയും നമ്മൾ പരിശ്രമിച്ചിട്ട് കിട്ടാത്തതെല്ലാം ഇനി കിട്ടാൻ പോവുകയാണ്. വല കീറിപ്പോകുവോളം നമുക്ക് കിട്ടും. നമ്മൾ നന്നായി മീൻ പിടിക്കണം എന്നാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. പത്രോസ് വല കീറിപ്പോകാൻ തുടങ്ങി. സ്വന്തം വള്ളത്തിൽ കവിഞ്ഞ് മത്സ്യങ്ങൾ കയറിയതോർത്ത് അടുത്ത വള്ളക്കാരനെ കൂടെ വിളിച്ചു. എല്ലാവരും അത്ഭുതപ്പെടുത്തക്ക രീതിയിലുള്ള ഒരു മീൻപിടുത്തമാണ് പത്രോസ് ചെയ്തത്. അതുപോലെ ഈ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിങ്ങളൊരു വലിയ മീൻപിടുത്തം നടത്തണം. ചിതറിപ്പോയ സീറോ മലബാർ മക്കളെ ഒന്നിച്ചു കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ സിംഹാസനം നിങ്ങൾക്കായിട്ട് ഒരു മെത്രാനെ നിയോഗിച്ച് തന്നിരിക്കുന്നു. അദ്ദേഹത്തോട് ചേർന്ന്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ വൈദികരോട് ചേർന്ന് ഇനി നിങ്ങൾ മീൻ പിടിക്കണം. മെത്രാനോട് ചേർന്ന് ദൈവജനം മുഴുവൻ കൂട്ടുവേലക്കാരാണ്. എല്ലാവരും ഒന്നിച്ചാണ് മീൻ പിടിക്കുന്നത്. അങ്ങനെ വേണം സഭ ഇവിടെ വളരുവാനായിട്ട്. അപ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തന്നിരിക്കും. നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള രൂപതകളിൽ ഒരു നല്ല രൂപതയായി വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു രൂപതയാണ് ഈ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ വലിയ കൃപയോട് നിങ്ങൾ സഹകരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. രണ്ടാമതായിട്ട് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാന ഇപ്രകാരം ഒരുക്കുവാൻ, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ക്രമപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട ജോസഫ് ദിയാക്ലോച്ചൻ്റെ നേതൃത്വത്തിൽ സഹകരിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ പ്രോട്ടസ്റ്റന്റ് ജുള്ളൂസ് വലിയ ബഹുമാനപ്പെട്ട തോമസ് പാറയടിയച്ചനും ഞാൻ നന്ദി പറയുകയാണ്. നമുക്ക് പള്ളിക്കൂദാശക്കാലത്തിൽ നമ്മുടെ സഭയെ കർത്താവിന് യോജിച്ച ഒരു സഭയായി ഒരുക്കാൻ സാധിക്കും. മിശിഹ തൻ്റെ സഭയെ അവസാന വിധിനാളിൽ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നതിൻ്റെ ഓർമ്മയാണ് പള്ളിക്കൂദാശക്കാലത്തിലുള്ളത്. ആ ഓർമ്മയ്ക്കായിട്ട് നാം ഒരുങ്ങുകയാണ്. വാസ്തവത്തിൽ ഈ ഒരുക്കം അന്ന് നമുക്ക് കർത്താവിൻ്റെ കൂടെ സമർപ്പിക്കപ്പെടുവാനുള്ള അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ ജീവിതകാലത്തിൽ നമ്മളെ നിരന്തരം സമർപ്പിച്ചു കൊണ്ടിരിക്കണം. കർത്താവിനെ കാണുവാനും കേൾക്കുവാനും അവിടുത്തെ സ്വീകരിക്കുവാനുമുള്ള ഒരു സന്നദ്ധത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവസാന വിധിനാളിൽ ആ ഭാഗ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. കർത്താവ് നിരന്തരം നമ്മളെ സന്ദർശിക്കുന്നു, നിരന്തരം നമ്മോട് സംസാരിക്കുന്നുണ്ട്, നിരന്തരം നമ്മളെ കേൾക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമുക്ക് സമീപസ്ഥനാണ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. അങ്ങനെ സമീപസ്ഥനായിരിക്കുന്ന കർത്താവിൻ്റെ ആ ഒരു വചനങ്ങൾ കേട്ട് കൽപ്പനകൾ പാലിച്ച് സഭയുടെ കൂട്ടായ്മയിൽ വളർന്ന് കൃപയിൽ നിരന്തരം അഭിവൃദ്ധിപ്പെട്ട്
ദൈവത്തിൻ്റെ ജനമായി രൂപപ്പെടണം. അങ്ങനെ കർത്താവ് നമ്മെ സമർപ്പിക്കുവാൻ ഇടയാകണം എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. ഫ്രാൻസ് നാട്ടിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാനൊരു വീട്ടിൽ അത്താഴത്തിന് അവർ ഫ്രഞ്ചുകാരങ്ങനെ അത്താഴത്തിന് വിളിക്കും. അത്താഴമെല്ലാം കഴിഞ്ഞപ്പോൾ നാപ്കിൻ, നിങ്ങൾക്കറിയാമല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ തരുന്ന ഒരു ചെറിയ ശീലയാണ്. അത് ഞാൻ നന്നായിട്ട് മടക്കി മേശപ്പുറത്ത് വെച്ചപ്പോൾ വീട്ടുകാരത്തി എന്നോട് ചോദിച്ചു, ആഹാ, അപ്പോൾ നാളെയും വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നാപ്കിൻ വളരെ ഭംഗിയായിട്ട് മടക്കി വെച്ചല്ലോ. ഞാൻ പറഞ്ഞു, അത് ഭംഗിയായിട്ടിരുന്നോട്ടെ എന്ന് കരുതി വെച്ചതാണെന്ന്. അപ്പോൾ അവർ പറയുകയാണ്, അല്ല, ഞങ്ങളുടെ നാട്ടിൽ അതിനർത്ഥം വേറെയാണ്. അങ്ങനെ നന്നായിട്ട് മടക്കി വെച്ചാൽ അടുത്ത ഭക്ഷണത്തിന് ആളുണ്ടെന്നാണ് അർത്ഥം. ഇല്ല എന്ന് വരികിൽ അവിടെ അത് ലക്ഷ്യമായിട്ട് ഇട്ടാൽ മതിയെന്ന്. എന്നിട്ട് ഞാൻ ചോദിച്ചത്, എങ്ങനെയെങ്കിൽ ഈ ഒരു പാരമ്പര്യം നിങ്ങൾക്ക് കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, കർത്താവ് തൻ്റെ ഉത്ഥാന വേളയിൽ തന്നെ പൊതിഞ്ഞിരുന്ന വസ്ത്രങ്ങളെല്ലാം അലക്ഷ്യമായിട്ട് അവിടെ ഇട്ടിരുന്നു. എന്നാൽ തൻ്റെ ശിരസ് മൂടിയിരുന്ന ശീല നന്നായി മടക്കി വലതുവശത്ത് വെച്ചിരുന്നുവെന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ ഇനിയും വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞങ്ങളിങ്ങനെ അതിഥികൾ ഈ നാപ്കിൻ മടക്കി വയ്ക്കുന്നതിന് ഈ അർത്ഥം കൊടുത്തിരിക്കുന്നത്. നമ്മൾ നാപ്കിൻ മടക്കി വെക്കണം. കർത്താവ് വരും. ഓരോ ദിവസവും ഒരുക്കത്തോടെ ഇരിക്കണം. അങ്ങനെ ഒരുക്കത്തോടു കൂടി ഇരിക്കുന്നവർക്കാണ് കർത്താവിനെ സ്വീകരിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ രൂപതയുടെ വളർച്ച നമുക്കും ഈ ഗ്രേറ്റ് ബ്രിട്ടനിലെ എല്ലാ രൂപതകൾക്കും ഒരു അനുഗ്രഹമായി തീരണം. നിങ്ങളുടെ വിശ്വാസ തീക്ഷ്ണതയെക്കുറിച്ച് പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞാനതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ദൗത്യം ഇവിടെ പ്രേക്ഷിത ദൗത്യമാണ്. ഇവിടുത്തെ ദൈവജനത്തോടൊപ്പം നാമും ചേർന്ന് ഈ ഗ്രേറ്റ് ബ്രിട്ടനിൽ സുവിശേഷ സാക്ഷ്യം നമ്മൾ കൊടുക്കണം. നിങ്ങളുടെ പിതാവിൻ്റെ മുദ്രാവാക്യം സുവിശേഷം പ്രസംഗിക്കുവാൻ എന്നുള്ള ഒരു ദൗത്യം. ഒരു നല്ല സുവിശേഷകനാകാനായിട്ടാണ് തന്നെ അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. ആ സുവിശേഷകൻ്റെ ജോലി വചനം പ്രസംഗിക്കുക, സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുക, കൂട്ടായ്മ വളർത്തുക, യുവജനത്തെ വിശുദ്ധീകരിക്കുക എല്ലാമാണെന്ന് നിങ്ങൾക്കറിയാം. അത് അദ്ദേഹം നിർവഹിക്കുമ്പോൾ നിങ്ങൾ കൂട്ടത്തിൽ ചേർന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും നിങ്ങളുടെ ക്രൈസ്തവ സാക്ഷ്യം നിങ്ങൾ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗ്രേറ്റ് ബ്രിട്ടനായി നിങ്ങൾ നമ്മുടെ സഭയെ ഇവിടെ സാക്ഷ്യപ്പെടുത്തണമെന്നുള്ള അഭ്യർത്ഥനയും ഒരു ചിന്തയും മാത്രം ഞാൻ പ്രവചിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം, പ്രതീക്ഷകളും വേദനകളും ദുഃഖങ്ങളും എല്ലാം ഞാൻ ഈ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കും. അക്കൂട്ടത്തിൽ പ്രത്യേക നിയോഗം കൂടി ഇവിടെ ധാരാളം കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. അവർ ദിവസങ്ങൾ കഴിയുമ്പോൾ വളരും. ഇനി ഞാനൊരു സന്ദർശനത്തിന് വരുമ്പോൾ ദൈവത്തിൽ അറിഞ്ഞുകൂടാ. കുർബാനയിൽ പറയുന്ന പോലെ തന്നെയല്ല, പിന്നെയും അറിയാമോ. പക്ഷേ എന്തുവരിക്കും, കുഞ്ഞുങ്ങൾ വളരും. കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് ശുശ്രൂഷകരെ ലഭിക്കണം. ദൈവവിളികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും. അങ്ങനെ ഇവിടെ ശുശ്രൂഷകരാകുവാനുള്ള വൈദികർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വരട്ടെ എന്നുള്ള ഒരു നിയോഗവും ഞാൻ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷകർ വന്നാൽ മാത്രമേ നമ്മുടെ സഭയായി ഇവിടെ വളരുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടും തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിന്റെ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലേമിലേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂതാധ്യക്ഷനായ മാർ പീറ്റർ സ്മിത്ത് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ യോസേഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, സഭയെ സ്ഥാപിച്ച കർത്താവേ,
സാർവത്രികവും സ്വൈകികവുമായ സംഘടനകളാണ് ദൃശ്യവുമായ ഭക്തിയോടും സത്യവും വിശുദ്ധിയോടും ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും സഹോദരന്മാരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക.
സഹോദരനെ സ്നേഹത്തിൽ നിന്ന് സമാധാനം ആശംസിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നിറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. എന്നാൽ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവാൻ ദൈവജ്ഞാനമായ രഹസ്യങ്ങൾ പ്രകാശം ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനവും സമർത്ഥമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥനമാർ തുടർന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ബുദ്ധിയോടും കൂടെ നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ അനേകം പുതിയ ഉടമ്പടിയിലെ ചരിത്രമാകുന്നു.
നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതാണ് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീയ ജീവനെ ഞങ്ങളെ പങ്കാരാക്കാൻ ഞങ്ങൾ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സംബന്ധിക്കുകയും ഭാവികളായ ഞങ്ങളെ കടന്നു ശുദ്ധീകരിക്കും. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി സത്യത്തിൽ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ പ്രകൃതാൽ നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും ഗ്രഹങ്ങൾക്കുമായി ഞങ്ങളുടെ സ്നേഹമായിരുന്നു ഇപ്പോഴും എപ്പോഴും സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ദൈവനാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയുമായി ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും Amen.
അക്ഷയമായ ജീവിതം അവകാശമായി തീരുവാൻ ഇടയാകട്ടെ.
വേർതിരിക്കാത്ത എന്നേക്കും.
This is all the priests repented. And it told me